ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 109 റൊമാൻറ്റിക് ലിറ്ററേച്ചറിലുള്ള രണ്ടാമത്തെ ബ്ലോക്കിലുള്ള രണ്ടാമത്തെ യൂണിറ്റും മൂന്നാമത്തെ യൂണിറ്റും കൂടെയാണ്. ഈ 2-3 യൂണിറ്റുകൾ രണ്ടും സാമുവൽ ടൈലർ കോളറിഡ്ജ് എഴുതിയിട്ടുള്ള ദ റൈം ഓഫ് ദ ആൻഷ്യൻ മാരിനർ എന്ന് പറയുന്ന ആ ഒരു പോയത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ബലാഡ് രൂപത്തിലാണ്. അപ്പം എന്താണ് ബലാഡ് നമുക്ക് നോക്കാനുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് പോയം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ തന്നെ തീമും അനാലിസിസുമാണ് ദെൻ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. അപ്പം അത് രണ്ടും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊരു സ്റ്റോറി പോലെയാണ്. ഇതൊരു ഇപ്പോൾ ഇതിൽ പോയമാണെങ്കിലും ഇതൊരു നറേറ്റീവ് ആയിട്ടുള്ളൊരു പോയമാണ്. നറേറ്റീവ് പോയം എന്ന് പറയുമ്പം അതിൽ എന്തായിരിക്കും ഉണ്ടാവുക, അധികം എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും അതിലൂടെ പറയുക. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഡയലോഗുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിട്ടുണ്ടാവും ആ ഒരു പോയത്തിൽ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോയത്തിനെയാണ് എന്ത് പറയുന്നത്, ബലാഡ് എന്ന് പറയുന്നത്. അപ്പം നല്ല ലോങ് ആയിട്ടുള്ള പോയായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റോറി, ആ ഒരു പോയത്തിൽ ഒരു സ്റ്റോറിയായിരിക്കും ആ ഒരു പോയത്തിലൂടെ പറയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പോയത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ബലാഡിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഒരു ബലാഡാണ് ദ റൈം ഓഫ് ദ ആൻഷ്യൻ മാരിനർ എന്ന് പറയുന്ന ഈ ഒരു പോയം എന്നുള്ളത് മനസ്സിലാക്കുക. ST കോളറിഡ്ജ് ആണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. 1772 മുതൽ 1834 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം അദ്ദേഹം ഒരു റൊമാൻറ്റിക് ഏജിൽ എന്താണ് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു റൈറ്ററായിരുന്നു. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കാണ്, ഫിലോസഫറാണ്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വേർഡ്സ്വർത്തിൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഥവാ വർക്കുകളൊക്കെ കൂടുതലായിട്ടും അറിയപ്പെടുന്നത് എന്തായിരിക്കുന്നു, ഇദ്ദേഹം ഒരു സൂപ്പർ നാച്ചുറൽ തീംസൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കൊണ്ടുവന്ന് അത് ശരിക്കും നമുക്ക് എന്താണ് ഒരു ഇമാജിനറി തീമിലൂടെ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരിക്കും അത് നമുക്ക് തരാന്നുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബലാഡ് രൂപത്തിലുള്ള ഈ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, എന്തെങ്കിലും ഒരു ഡിവൈൻ ആയിട്ടുള്ള ഗോസ്ലി ആയിട്ടുള്ള എന്തെങ്കിലും എഫക്റ്റ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം പക്ഷെ നമുക്കത് എന്താണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടൂല. ശരിക്കും ഒരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും അതിനൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. അപ്പം ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബലാഡാണ്. എന്താണ് ഒരു ഒരു സ്റ്റോറി നറേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ വരുന്ന രീതിക്കാണ് ബലാഡ് എന്ന് പറയുക. അപ്പം ബലാഡ് പോയാണ് നമുക്കിനി പഠിക്കാനുള്ളത് റൈം ഓഫ് ദ ആൻഷ്യൻ മാരിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറി എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആൻഷ്യൻ മാരിനറെയാണ്. ആൻഷ്യൻ മാരിനർ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് പഴയതായിട്ടുള്ള മാരിനർ മീൻസ് നാവികൻ എന്നൊക്കെ പറയല്ലേ നമുക്ക്. അപ്പം അദ്ദേഹത്തിനെയാണ് ഇവിടെ ഫസ്റ്റായിട്ട് കാണുന്നത്. അപ്പം അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു വെഡ്ഡിങ്ങിന് പോകുന്ന ഒരു ഗസ്റ്റിനെ അയാൾ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അയാളോട് പറയാണ്, എനിക്കൊരു സ്റ്റോറി പറയാനുണ്ട്, താങ്കളത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറി അയാളോട് പറയാണ്. ആ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അയാൾ തൻ്റെ ഷിപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് സൗത്തിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പം ആ ഒരു യാത്ര ചെയ്യുമ്പം വലിയൊരു കൊടുങ്കാറ്റ് വീശി ആ ഷിപ്പിനൊക്കെ എന്താണ് ആ കൊടുങ്കാറ്റ് നല്ല മഞ്ഞ് നിറഞ്ഞ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയി ആ ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഷിപ്പിനെ അന്റാർട്ടിക്കയിലുള്ള ആ ഒരു സമുദ്രത്തിലേക്ക് കൊടുങ്കാറ്റ് അങ്ങനെ കൊണ്ടുപോയി. ആ ഒരു ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. ആ ഒരു സമയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അതിലുള്ള എല്ലാ നാവികർക്കും എന്താണ് ആ ഒരു പക്ഷി എന്താണ് ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതീതിയായിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവം പറഞ്ഞയച്ച ഒരാളായിട്ട്, അല്ലെങ്കിൽ ഒരു ശുഭസൂചനയായിട്ടാണ് എല്ലാവരും ആ ഒരു ആൽബട്രോസിനെ കണ്ടിരുന്നത്. അങ്ങനെ ആ പക്ഷി എന്താണ് ഭയങ്കര അപകടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നെന്താണ് പക്ഷി ദിശ മാറിപ്പോയി. അപ്പം അങ്ങോട്ടേക്ക് കപ്പൽ പോയി അവരെന്താണ് ആ ഒരു ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ഇത് ഒരു നല്ല പക്ഷിയാണ്, നല്ല സൂചനയാണ് നമുക്ക് തരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ അതിലുള്ള നാവികർ അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ വെറുതെ ഒരു ആവശ്യമില്ലാതെ നമ്മുടെ മാരിനർ എന്ത് ചെയ്തു, തൻ്റെ വില്ല് കൊണ്ട് അമ്പ ചെയ്ത് ആ ഒരു പക്ഷിയെ കൊന്നുകളഞ്ഞു. ഈ ഒരു കൊലയാണ് പിന്നീട് എന്താണ് പല ദുരന്തങ്ങൾക്കും കാരണമായത് എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നീട് എന്ത് ദുരന്തമാണ് നടന്നതെന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ ഒരു കൊല ചെയ്തപ്പം അതിലുള്ള നാവികരൊക്കെ ആരെ കുറ്റം പറഞ്ഞു, ഈ മാരിനർ കുറ്റം പറഞ്ഞു. ഒരു നല്ലൊരു പക്ഷിയായിരുന്നു, നമ്മൾ അപകടത്തിൽ നിന്നൊക്കെ സഹായിച്ചു വന്നതായിരുന്നു, അതിനെ കൊല്ലണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം പറയാൻ തുടങ്ങി.
പക്ഷേ അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവരുടെ കാലാവസ്ഥയൊക്കെ മെച്ചമായപ്പോൾ അവരെന്തെല്ലാം എന്ത് പറഞ്ഞു, അവർ പറഞ്ഞതൊക്കെ അവർ മാറ്റി പറഞ്ഞു. കൊന്നാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഇപ്പം നമ്മൾ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടല്ലോ, കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ടല്ലോ എന്നുള്ളൊരു ഒരു രീതിയിൽ അവർ മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കപ്പൽ എന്താ ചോദിച്ചാൽ, കപ്പൽ ഒരു കാറ്റൊന്നും ഇല്ലാത്ത ഒരു സമുദ്രത്തിൽ കപ്പലാകപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ കപ്പൽ അവിടെ കിടക്കുകയാണ്. അപ്പം അവർ ആ ചൂടിൽ, ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയായിരുന്നു അവിടെ. അപ്പം ആ ഒരു ചൂടിൽ നിന്ന് എന്താണ്, അവർക്ക് വല്ലാത്ത ദാഹം തോന്നി, ഭയങ്കര ക്ഷീണം തോന്നി. ചുറ്റിലും വെള്ളമാണെങ്കിൽ പോലും ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ആ ഒരു കടലിൻ്റെ നടുവിൽ എന്താണ്, വെള്ളം കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അവരെന്ത് പറഞ്ഞു, ഇതിനൊക്കെ കാരണം ഈ ഒരു മാനർ മാത്രമാണ്. കാരണം എന്താണ്, ആ ആൽബർട്രോസ് പക്ഷിയെ വെറുതെ ഒരു ആവശ്യമില്ലാതെ കൊന്നു കളഞ്ഞു. സോ താൻ ആ ഒരു പക്ഷിയുടെ ജഡം എടുത്ത് കഴുത്തിൽ തൂക്കി അത് വെച്ച് നടന്നു എന്ന് പറഞ്ഞാണ്ട് അതിൻ്റെ ജഡം എന്താണ്, ഒരു കയറിൽ തൂക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ്, ഒരു കുറ്റം ചെയ്തതിൻ്റെ ഒരു പ്രതീകമായിട്ട്. അങ്ങനെ ആ ഒരു ജഡം അദ്ദേഹം കഴുത്തിലിട്ട് കണ്ട് നടക്കാൻ നിർബന്ധിതനായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ കപ്പൽ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ ദാഹം കാരണം ഭയങ്കര ക്ഷീണം ഒക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ഗോസ്ലി ആയിട്ടുള്ള ഒരു ഷിപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. ഗോസ്ലി എന്ന് പറയുമ്പം പ്രേതം, ആ ഒരു അർത്ഥം, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ദുരൂഹതയുള്ള രീതിയിലുള്ള ഒരു ഗോസ്ലി ഷിപ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. അതിൽ 2 പേരുണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഡെത്തായിരുന്നു, രണ്ടാമത്തെ ആൾ ലൈഫ് ഇൻ ഡെത്ത് എന്ന് പറയുമ്പോൾ. ഒരാൾ മരണമാണെങ്കിൽ രണ്ടാമത്തെ ആൾ ജീവിതം, മരണത്തോടുള്ള അഥവാ മരണതുല്യമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ള. ഈ 2 ആളുകൾ, ഇപ്പോൾ ഈ 2 ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, മനുഷ്യന്മാരാണോ? അല്ല. പക്ഷേ അവർ രണ്ടാളും ഒരു പേഴ്സോണിഫിക്കേഷൻ ചെയ്തിട്ട് മനുഷ്യന്മാരെ ഒരു എന്താണ്, സ്വഭാവ സവിശേഷതകൾ കൊടുത്തതാണ് കേട്ടോ. അപ്പം ഈ 2 പേര് അവരെ ഒരു ഷിപ്പിൽ അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം അങ്ങനെ എന്താണ്, അതിലുള്ള നാവികരൊക്കെ എന്താണ്, അവർ ചൂതാട്ടത്തിലൂടെ സ്വന്തം വരുതിയിൽ വരുത്താൻ നോക്കുക. അപ്പം ഡെത്ത് കിട്ടിയാൽ ആളെന്താണ്, മരണപ്പെടുന്നു ഉറപ്പാണ്. അപ്പം അതിലുള്ള എല്ലാ നാവികരും എന്താണ്, മരണത്തിനാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പം എല്ലാവരും അതിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മാരിനറെ മാത്രം ആർക്ക് കിട്ടി? യെസ്, ആർക്ക് കിട്ടി? ലൈഫ് ഇൻ ഡെത്തിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി എന്നുള്ളതാണ്, മരണം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം, അല്ലെങ്കിൽ മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് ഇതിന് കിട്ടാൻ പോകുന്നത്. അപ്പം ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിയെ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഒരു പ്രകൃതി തന്നിട്ടുള്ള ആ ഒരു സാധനത്തിനെ ഇല്ലാതാക്കി കളഞ്ഞതുകൊണ്ട് ഒരു കിട്ടിയൊരു ശിക്ഷ പോലെയാണ് നമുക്ക് ഇവിടെ ഇതിനെ കാണാൻ പറ്റുമല്ലേ. അപ്പം അങ്ങനെ എന്താണ്, എല്ലാവരും മരണപ്പെട്ടു. ലാസ്റ്റ് ആര് മാത്രം ബാക്കിയായി? ഈ ഒരു മാരിനർ മാത്രം ബാക്കിയായി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് അത് ഭയങ്കര നിരാശ തോന്നി. എന്താ പറയുക, ഒരു പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം മാറി എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു രാത്രിയിൽ എന്താണ്, ഒരു കടലിൽ എന്താണ്, ഒരു വാട്ടർ സ്നേക്കിനെ കണ്ടു. ഒരുപാട് വാട്ടർ സ്നേക്കുകൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്നത് കണ്ട് അതിൻ്റെ ഒരു സൗന്ദര്യം കണ്ടിട്ട് എന്താണ്, അദ്ദേഹം ഒന്ന് വണങ്ങിപ്പോയി എന്നുള്ളതാണ്. അതിൽ ആ ഒരു വണങ്ങിപ്പോയപ്പം അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ആ ഒരു മാല, അല്ലെങ്കിൽ ആ ഒരു ജഡം ആ ഒരു കടലിലേക്ക് വീണു എന്നുള്ളത്. അപ്പം അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അപ്പം ആ ഒരു ഈ ഒരു പക്ഷിയും ഒരു എന്താണ്, പ്രകൃതി ഇതാക്കിയിട്ടുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്നേക്കും അങ്ങനെ ഉള്ളൊരു ജീവിയാണ്. അപ്പം അവിടെ അത് ബഹുമാനം കുറച്ച് കാണിച്ചപ്പം ഇവിടെ ഇതിനെ ബഹുമാനിച്ചപ്പം ആ ഒരു ചെറിയൊരു പാപമോക്ഷം കിട്ടി എന്നുള്ള രീതിയിലാണ് അതിനെ അവിടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ മഴയൊക്കെ പെയ്ത് അദ്ദേഹത്തിൻ്റെ ദാഹമൊക്കെ മാറുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ അയാൾ മാത്രമാണ് ആ ഒരു കപ്പലിൽ മനുഷ്യനായിട്ട് അവശേഷിക്കുന്നത്. പിന്നെയുള്ള എന്താണ്, ഈ ഗോസ്ലി ആയിട്ടുള്ള ഫിഗേഴ്സ് മാത്രമാണ്. അപ്പം അവർ ആ ഗോസ്ലി ഫിഗേഴ്സ് എന്താണ്, മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ശരീരത്തിലേക്ക് പിന്നെയും കുടിയേറുന്നതാണ്. അവർ അവരുടെ സഹായത്തോടെ എന്താണ്, ഇപ്പം ആ ഷിപ്പ് ഓട്ടുന്നത് അവരാണ്. അപ്പം അവർ തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഒരു പറയുന്ന ഈ ഒരു മാരിനർ കേൾക്കാനിടയായി. അവർ പറയുന്നത് വെച്ചാൽ ശിക്ഷയെക്കുറിച്ചിട്ടാണ് പറയുക. അപ്പം അയാൾക്ക് മനസ്സിലായി ശിക്ഷ ഇനിയും തീർന്നിട്ടില്ല, ഇനിയും. അപ്പം ആദ്യം വിചാരിച്ച അയാൾ ഈ ഒരു പാപമോക്ഷം കിട്ടിയതോടെ ചെറിയൊരു ആശ്വാസം കിട്ടി, ഇനി തനിക്ക് ശിക്ഷയൊന്നും ഉണ്ടാവില്ല, ദൈവം തന്നോട് പുറത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് അവരുടെ സംസാരം കേട്ട് മനസ്സിലായി ശിക്ഷ തീർന്നിട്ടില്ല, ശിക്ഷ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അവർ ഷിപ്പ് ഓടിച്ചു കൊണ്ടുപോകുന്നത് ഇയാളുടെ സ്വന്തം നാട്ടിലേക്കാണ്. അങ്ങനെ അയാളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്താണ്, ആ ഒരു കപ്പൽ മുങ്ങി പോവാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു കപ്പലിനെ അത് കാണുമ്പം അവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിനെ രക്ഷിക്കുന്നുണ്ട്. ഹെർമിറ്റ് എന്ന് പറയുന്ന സന്യാസിയൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നുണ്ട്. അപ്പം സന്യാസി രക്ഷിക്കുമ്പോൾ സന്യാസിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ ഒരു സന്യാസിയോട് തൻ്റെ ഈ ഒരു വിഷമം പറഞ്ഞാലോ, താൻ ചെയ്ത കുറ്റവും അതുപോലെ സംഭവിച്ചതെല്ലാം ഈ ഒരു സന്യാസിയോട് പറഞ്ഞാലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ആ ഒരു സന്യാസിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിചാരിച്ച പോലെ തന്നെ ചെറിയൊരു ആശ്വാസം കിട്ടി.
പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തനിക്ക് കിട്ടിയ ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് താൻ ആരൊക്കെയോ കാണുന്നുണ്ട് അവരോടൊക്കെ താൻ ഈ കഥ പറയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ പണിഷ്മെന്റ് എന്നുള്ളത് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിലാണ് ശരിക്കും ഒരു കല്യാണത്തിന് പോകുന്ന ഒരാളെ വിളിച്ചു വരുത്തുന്ന തൻ്റെ കഥ പറയാൻ അദ്ദേഹം നിർബന്ധിതനായത്. കാരണം അദ്ദേഹം ഒരു പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പണിഷ്മെന്റ് ആണ് എല്ലാവരോടും ഈ ഒരു സ്റ്റോറി പറയണം എന്നുള്ളത്. അപ്പം ഈ ഒരു നേച്ചറിനെ ബഹുമാനിക്കുമ്പം അത് തിരിച്ചു ബഹുമാനിക്കും. നേരെ മറിച്ച് അത് നേച്ചറിന് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തിരിച്ച് നമ്മളോടും അതുപോലെ പെരുമാറും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അഥവാ നേച്ചറിൻ്റെ ഒരു പവറാണ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ തന്നെ പോയറ്റിക് ഡിവൈസസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ. പക്ഷേ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തേർഡ് യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പറയാം. ഈ ഒരു തേർഡ് യൂണിറ്റിൽ ഇതിൻ്റെ ഒരു അനാലിസും അതുപോലെ തന്നെ ലിറ്റററി എലമെൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇതൊരെന്താണ് ഒരു ബലാഡാണ്. അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ നാഷണൽ എലമെൻസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബലാഡാണിത്. അതുപോലെ തന്നെ സിന്ന്, പണിഷ്മെന്റ് ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് 7 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 7 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അതുപോലെ മെയിനായിട്ട് എഴുതിയിട്ടുള്ളത് ക്വാർട്ടറൈൻസ് അഥവാ 4 ലൈൻസ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ABCB എന്ന് പറയുന്ന ഒരു റൈമിംഗ് സ്കീമിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റൈം മീൻസ് പോയം എന്നുള്ളത് തന്നെയാണ് റൈമിൻ്റെ അർത്ഥം. അതുപോലെ ആൻഷ്യൻ മാരിനർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു സെയിലറിനെയാണ് എന്ന് പറയുന്നത് ആൻഷ്യൻ മാരിനർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു പോയത്തിൻ്റെ പേരും അതിൻ്റെ കണക്ഷനും ആണ് കേട്ടോ അവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് യൂസ് ഓഫ് ലിറ്റററി എലമെൻറ്റ്സ്. ഈ ഒരു പോയത്തിൽ അടങ്ങിയിട്ടുള്ള ലിറ്റററി എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നത് റൊമാൻറ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇമാജിനേഷൻസ് എല്ലാം ഇതിൽ പറയുന്നുണ്ടല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ, റൊമാൻറ്റിക് ഫീച്ചർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബലാഡാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിറ്റററി എലമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പം ഇതിൽ കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. എല്ലാ പോയത്തിലും ഇതൊക്കെ ബാധകമാണ്. അധിക പോയിന്റ്സിലും ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് തീം എഴുതുമ്പോഴും പോയറ്റിക് ഡിവൈസ് എഴുതുമ്പോഴൊക്കെ നമുക്ക് ഇത് ചേർക്കാൻ പറ്റും. അപ്പം രണ്ടാമത് പറയുന്നതാണ് സിംബലിസം എന്ന് പറയുന്നത്. അപ്പം മാരിനർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഗിൽറ്റിൻ്റെ അതുപോലെ തന്നെ സഫറിങ്ങിൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ടാണ് അദ്ദേഹത്തിന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആൽബർട്ടോസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ദൈവതുല്യനായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ജീവിയായിട്ടാണ് അതിനവിടെ സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അതിൽ സണ്ണിനെ അതുപോലെ തന്നെ സ്ട്രോമിനൊക്കെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോമിനൊക്കെ എന്താണ് ശരിക്കും അതൊരു പ്രതിഭാസമാണ്. പക്ഷേ എങ്കിൽ പോലും അത് മനുഷ്യൻ്റെ സ്വഭാവം വെച്ചിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഗുണങ്ങൾ അതിന് കൊടുത്തിട്ടൊക്കെയാണ് ഇതിന് പറയുക. അതുപോലെ തന്നെ ഡെത്തിനെയും അതുപോലെ തന്നെ ലൈഫ് ഇൻ ഡെത്തിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഓരോ പേഴ്സണാലിറ്റി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പോയത്തിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പം പേഴ്സോണിഫിക്കേഷൻ മറ്റൊരു ലിറ്റററി എലമെൻറ്റ്സ് ആണ്. ദെൻ പിന്നീട് പറയുന്നതാണ് തീംസ്. തീംസ് എന്തൊക്കെയാണ് നമുക്കറിയാം. അതിൻ്റെ പിന്നെ പണിഷ്മെന്റ്, ഗിൽറ്റ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് തീംസിൻ്റെ ഭാഗത്ത് വരുന്നത്. പിന്നീട് പറയുന്നതാണ് മെറ്റഫർ പറയുന്നുണ്ട്, സിമിലീസ് പറയുന്നുണ്ട്, ആലിട്രേഷൻ പറയുന്നുണ്ട്, ഇന്റേണൽ റൈംസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, ഇതിൽ ഗോസ്ലി എഫക്റ്റിനെയാണ് അവിടെ പറയുന്നത്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഇതിന് മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഒരു ലിറ്റററി എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും യൂസ് ഓഫ് ലിറ്റററി എലമെൻറ്റ്സ് ഇൻ ദിസ് പോയം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം നമുക്ക് ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ട് എഴുതണമെങ്കിൽ ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ സിംബലിസ് ആയിക്കോട്ടെ, ഇമേജർ ആയിക്കോട്ടെ, പേഴ്സോണിഫിക്കേഷൻ ആയിക്കോട്ടെ, മെറ്റഫർ ആയിക്കോട്ടെ, സിമിലി ആയിക്കോട്ടെ, ആലിട്രേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പോയത്തിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. മിക്ക പോയത്തിലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പോയിന്റ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 യൂണിറ്റുകളിൽ കൂടുതലായിട്ടും പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. മേ ബി ചിലപ്പം മാരിനറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ എഴുതാനുണ്ടാവും. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നറിയില്ല. എന്നാലും നമ്മൾ ഈ ഒരു തീം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് അത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ആയിട്ട് അറിയിക്കുക.